എല്ലാവർക്കും നമസ്കാരം. മഞ്ജൂസ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടയേർഡായിട്ടിരിപ്പുണ്ടല്ലേ? കാരണം മറ്റൊന്നുമല്ല, സ്കൂളിൽ പോയിട്ട് വന്ന വഴിയാണ്. സ്കൂളിൽ തുറക്കാറായല്ലേ, ജൂൺ 2 തീയതി സ്കൂൾ തുറക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്കൂളിൽ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ പോയിട്ട് തിരിച്ച് വന്നതേ ഉള്ളൂ. അപ്പം ചൂടോടുകൂടി വന്ന പാടെ ആ വണ്ടി ഇങ്ങനെ വരാൻ നേരം എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു, വന്ന പാടെ ഈ ഡ്രസ്സൊക്കെ മാറുന്നതിന് മുന്നേ തന്നെ ഒരു വീഡിയോ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ചൂടോടെ എന്താ പറയുക, ഈ ഒരു ടയേർഡ് ലുക്കിൽ തന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരുന്നത് കിണ്ണംകളിയാണല്ലോ അല്ലേ? നമ്മൾ കിണ്ണംകളിയുടെ എത്ര ചുവട് പഠിച്ചു? നമ്മൾ ഒരു കൈ ഇങ്ങനെ കറക്കിയെടുക്കാൻ പഠിച്ചു, മറ്റേ കൈ കറക്കിയെടുക്കാൻ പഠിച്ചു, താഴെ പോയിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന ഈ ചുവടെടുക്കാൻ പഠിച്ചു, ഇങ്ങനെ ഇരുന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കറങ്ങി പോകുന്ന ചുവട് പഠിച്ചു, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന ചുവട് പഠിച്ചു. ശരിക്കും പറഞ്ഞാൽ മൊത്തം നമ്മൾ എത്ര ചുവട് പഠിച്ചു? 4 ചുവട് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കിണ്ണംകളിയുടെ ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള ഇച്ചിരി, അതായത് എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്ത ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ കിണ്ണം നമ്മൾ 2 കൈയിലും കൂടെ എങ്ങനെ കറക്കിയെടുക്കാൻ പോകുന്നു നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു കയ്യിൽ കറക്കാൻ നമുക്കറിയാം. നമ്മളെങ്ങനെയാണ് കറക്കുന്നത്? 1 2 3 4 1 2 3 4 അല്ലേ? അപ്പം ഇത് കറക്കാനായിട്ട് ഞാൻ ഇതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞായിരുന്നു എന്ത് ചെയ്യണം, കുറച്ച് എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എക്സസൈസൊക്കെ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു അല്ലേ? അങ്ങനെ ചെയ്ത് വരുമ്പോഴേ നമ്മുടെ കൈ ശരിക്കും ഒരു എന്താ പറയുക, ഒരു വഴങ്ങി വരുള്ളൂ, ഫ്ലെക്സിബിൾ ആയിട്ട് വരുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ അറ്റ് എ ടൈം 2 കൈയും കറക്കാൻ പോവാം. റെഡി അല്ലേ? അപ്പം സ്റ്റെപ്പ് കളിക്കുന്നതിന് മുന്നേ നമുക്ക് കൈ ആദ്യം നമുക്ക് വഴങ്ങോ ഇല്ലയോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. 2 കൈയും ഇങ്ങനെ നീട്ടി പിടിക്കുക, 2 കൈ ഇങ്ങനെ കൊണ്ടുവരിക. കൈ ഒരു സ്വല്പം വേദനയൊക്കെ എടുക്കും, കുഴപ്പമില്ല, നല്ലൊരു കാര്യത്തിനാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് നീട്ടി പിടിക്കുക, പിടിച്ചോ, ഇങ്ങനെ കൊണ്ടുവരിക, വീണ്ടും നീട്ടി പിടിക്കുക, ഇങ്ങനെ കൊണ്ടുവരിക. ഇനി ശ്രദ്ധിച്ചോണം, 2 അതായത് ഈ കിണ്ണം നമ്മുടെ കക്ഷത്തിൻ്റെ ഇടയിലോട്ട് കൊണ്ടുവരിക. വേണമെങ്കിൽ തൽക്കാലം ഞാൻ ഈ പിടിച്ചേക്കുന്ന പോലെ നമ്മുടെ ശരീരമായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുക, കാരണം നമുക്ക് കൈക്ക് വേദന എടുത്തു തുടങ്ങും. അപ്പോൾ ആ ഒരു തുടക്കത്തിൽ മാത്രം 3 എണ്ണമായല്ലോ. അപ്പോൾ എങ്ങനെയാണ്? 1 2 3 ഇത്രയെങ്കിലും നിങ്ങൾ പഠിക്കുക. ഇങ്ങനെയാണ് എന്തുകൊണ്ട് ചെയ്യാം. 1 കൈ ഉടായ്പൊന്നും കാണിക്കരുത്, കൈ മാക്സിമം നിവർത്തി തന്നെ പിടിക്കണം കേട്ടോ. 1 കണ്ടോ, നല്ല മുട്ട് മടങ്ങാതെ നിവർത്തി പിടിക്കണം. 2ക്ക് എന്താ ചെയ്യുക? ഇങ്ങനെ കൊണ്ടുവരുന്നു. 3ക്ക് എന്താ ചെയ്യാതെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇപ്പം മുട്ടാൻ പാടില്ല. 4 എന്ന് പറയുമ്പം നമ്മൾ നേരെയല്ല നിൽക്കുന്നത് അല്ലേ? ഒന്ന് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൈ ഇങ്ങനെ തിരിഞ്ഞു വരും. കുഞ്ഞിക്കൂനൻ സ്റ്റൈലിൽ വരും. എങ്ങനെ വരും? ഇങ്ങനെ വരും. അവിടെ നിന്ന് പ്ലേറ്റ് മുൻപോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈ 2 പ്ലേറ്റുകാർ ഇങ്ങനെ മൽപ്പിടിക്കാൻ നിൽക്കുന്ന ഇങ്ങനെ വരും. അവിടെ നിന്ന് അത് കറക്കി കൊണ്ടുവരിക. ഇങ്ങനെയുണ്ട്. ഒന്നുകൂടെ നോക്കിക്കേ. 1 ശരിക്കും പറഞ്ഞാൽ നീട്ടണ്ട. ഞാൻ നിങ്ങളുടെ കൈക്ക് ഒരു ബലം കിട്ടാനാണ് നീട്ടി പഠിപ്പിക്കുന്നത്. ശരിക്കും നീട്ടണ്ട. 1 2 3 എന്ത് ചെയ്യുക? ബെൻഡ് ചെയ്യുക. 3 എന്ന് പറഞ്ഞ സമയത്ത് കുഞ്ഞിക്കൂനം പോലെ വരിക. 4 നമ്മുടെ കൈ ഇവിടെ എത്തിയിരിക്കണം. 5 ഈ 2 പ്ലേറ്റും കറക്കി പുറത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ നോക്കിക്കേ. 1 2 3 ഓക്കെ, 4 കറക്കുന്നു, 5 തിരിച്ചെത്തുന്നു. ഇത്രയും കാര്യമുള്ളൂ, സിമ്പിൾ. ഇനി ഇതിൻ്റെ കാൽഭാഗം ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിൻ്റെ കാൽഭാഗം മാത്രം ഞാനൊന്ന് കാണിക്കുകയാണേ, സ്റ്റെപ്പ് മനസ്സിലാവാൻ വേണ്ടി മാത്രം. വലത്തേക്കാല് 1, അതൊന്നും കൂടി 2, ഇടത്തേക്കാല് ബാക്കിൽ 3, വീണ്ടും വലത്തേക്കാല് 4, വീണ്ടും ഇടത്തേക്കാല് ഒന്നും കൂടി, വലത്തേക്കാല് ബാക്കിൽ, ഇടത്തേക്കാല് ഫ്രണ്ടിൽ. നോക്കിക്കേ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഈ സാധനമാണ് നമ്മൾ കൈയും കൂടെ കൂട്ടി എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പം പഠിച്ച ആസാനം കൈയും കൂടെ കൂട്ടി എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. 1 2ക്ക് ബെൻഡ് ആവണേ. 3ക്ക് ഇടത്തേക്കാല് ബാക്കി നമ്മൾ പൊങ്ങി. 4 1 2 ബെൻഡ് 3 4 1 2 3 4 1
2 3 4. ഇത് ശരിക്കും കളിക്കുമ്പോൾ നമ്മുടെ ഉണ്ടല്ലോ ഈ നടുവെന്നുള്ള ഭാഗം ഇങ്ങനെ 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 വരും. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഇവിടെ നിന്നൊരു വേദന പോലെ തോന്നും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ തൂങ്ങിയൊക്കെ നിൽക്കത്തില്ലേ, അതൊക്കെ ഒട്ടിക്കോളും, ഉറപ്പായിട്ടും ഒട്ടും. കാരണം നമ്മൾ നല്ല എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മളിങ്ങനെ കറക്കി എടുക്കുമ്പോൾ കണ്ടോ ഫുള്ള് ഫാറ്റ് ബേൺ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് ചെയ്താൽ ഇതൊരു കലാരൂപം മാത്രമല്ല, പിന്നെയോ ഇതൊരു എക്സസൈസും കൂടിയാണ്. അപ്പം നമുക്ക് ആ ചുവട് ഒന്നും കൂടി നോക്കാം. 3 സ്റ്റാർട്ട്. ഞാൻ പാട്ട് പാടാം, പാട്ടിൻ്റെ കൂടെ നോക്കാമേ. 1 2. ചെന്താമരദള നേത്രൻ തന്നെ സന്ധ്യക്കൻ പൊട് കണ്ടിടെ സന്തോഷം എന്നെ ചൊൽവാൻ ഹന്ത നിനച്ചാലാക്കും. എന്താ പറയുക, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ ഇതാദ്യം എടുത്തപ്പം പ്ലേറ്റ് താഴെ വീഴാനേ സമയമുള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട്ടിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരാളുടെ താഴെ വീഴുമ്പോൾ അടുത്ത ആളുടെ വീഴും, ടക്കേ 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 ടക്കേന്ന് പ്ലേറ്റ് താഴെ വീഴാൻ മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അച്ഛനൊക്കെ കളിയാക്കുമായിരുന്നു ഇതെന്തോ വാന്ന് ചോദിച്ച്. ഇപ്പം പക്ഷേ ഏകദേശം എല്ലാവർക്കും ഈ കയ്യിലൊന്ന് ബാലൻസ് ചെയ്ത് 2 കൈയും കറക്കി എടുക്കാനുള്ള പാകത്തിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം അത് വെറുതെ എത്തിയതല്ല, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം എത്തിയതാണ്. അപ്പോൾ എന്നെപ്പോലെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളെക്കൊണ്ടും ഇത് സാധ്യമാണ്. ഓക്കെ, അപ്പം കിണ്ണം കളിയിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ചുവടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ചുവട് പഠിച്ചാൽ ഇനി ബാക്കി കിണ്ണം കളിയുടെ ഇനി എത്ര ചുവട് കൂടെ ഉണ്ട്, 2 3 ചുവടുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ 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 എളുപ്പമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഒരു തവണയും കൂടെ നമുക്ക് ഇന്ന് കളിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. തുളസി പിച്ചകമാലകളും നൽമുല്ല പൂമല മാലകളും നാനാവിധമാമണിമാലകളും വാരം ചേരും മണിമാല. കണ്ടോ, അത് നമ്മൾ ആ ബെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൈയുടെ ബാലൻസ് ഇരിക്കുന്നത്. പിന്നെ അറച്ചു പോവുകയും ചെയ്യരുത്. നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മളിത് പിടിച്ച് കളിച്ചോ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒരു ടിപ്പും കൂടെ ഞാൻ പറയാം. ഇച്ചിരി വെയിറ്റുള്ള പാത്രം, അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ആദ്യം ഞാൻ നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ളൊരു പാത്രമായിരുന്നു കയ്യിലെടുത്തോണ്ടിരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, ഇങ്ങനെ തിരിക്കുമ്പോൾ ആ പാത്രം നമ്മുടെ തെറിച്ചങ്ങ് പോകും. അപ്പം നല്ല വെയിറ്റുള്ളൊരു പാത്രമാണെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ കയ്യിലിരിക്കും. ഇതൊരു നല്ല പാത്രമാണ്, ഷായിൽ നിന്ന് വാങ്ങിച്ച ഒരു പ്ലേറ്റിന് 90 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ എപ്പോഴും കിണ്ണം കളിക്ക് വെള്ളിക്കിണ്ണം തന്നെ നമ്മൾ എടുക്കണം, നല്ല രസമുള്ളൂ. പിന്നെ ചിലർ ഇതിനകത്ത് കൃഷ്ണൻ്റെയൊക്കെ വിഗ്രഹങ്ങളൊക്കെ ഫോട്ടോയൊക്കെ ഒട്ടിക്കും, ചിലർ ഇതിനകത്ത് ചന്ദനക്കുറി വരട്ടും. അതൊക്കെ നമ്മുടെ ഇഷ്ടം, അതൊക്കെ എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വെള്ളിക്കിണ്ണമാണ് പക്ഷേ എല്ലാവരും കിണ്ണം കളിക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കിണ്ണം കളിയുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവരും എന്നെ കീപ് സപ്പോർട്ടിങ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇപ്പോൾ വളരെ കുറവാണ്. കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. അതിൽ നിന്നേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഏത് ഭാഗമാണ് ഞാൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പം ഞാൻ പോയിട്ട് ചായ കുടിച്ചിട്ട് വരട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് അഞ്ജു സുരേഷ്.